പുറകിലെ ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണും. അതെ, കൊല്ലങ്കോട്. നിരവധി തവണ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, ഇന്നും വന്ന്. അപ്പോൾ ആദ്യം തന്നെ എറണാകുളത്ത് നടന്ന ഒരു കഥയല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഒരു ചായ കൂടിയുണ്ട്, ചായയും ബിസ്ക്കറ്റും. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ചെയറിൽ ഒരു ചേച്ചിയും ചേട്ടനും പിന്നെ ഒരു കൈക്കുഞ്ഞായിട്ടാണ് വന്നിരിക്കുന്നവർ. അപ്പോൾ ഈ കുട്ടി ചെറിയ കൊച്ചാണ് കേട്ടോ, അവൻ എൻ്റെ ബിസ്ക്കറ്റിലേക്ക് ഇങ്ങനെ കൈ നീട്ടി. ഞാനെന്തോ കൊടുത്തില്ല, ഞാനെന്തോ വേറെ ഏതോ മൈൻഡിലായിരുന്നു, കൊടുത്തില്ല. എന്താണെന്നറിയാൻ പാടില്ല. ഇപ്പോഴും ഓർക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ പുറകെ കാണുന്ന കൊച്ചു കട ഉണ്ടാ, വർഷങ്ങളായിട്ട് എനിക്കറിയാം ആ കട നടത്തുന്ന പുള്ളിനെ. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവിടെ ഒരു പയ്യൻ 10 വയസ്സുകാരൻ അഭിനവ്, എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നി അവനിക്ക് എന്നോടും എനിക്ക് അവനോടും. ഇന്നിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു. കാരണം സർവത്തൊക്കെ കൊടുത്ത് ഇങ്ങനെ തിരക്കിലേക്കണായിരുന്നു. പെട്ടെന്ന് കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് പെട്ടെന്ന് അവൻ എടാന്നാണ് വിളിച്ചത്. എടാന്ന് വിളിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടാ പടിയെന്നൊക്കെ വിളിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്, ചെറിയ കുട്ടികളായ പോലും അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ആ കട നടത്തുന്ന പുള്ളിയുടെ ചേട്ടൻ്റെ മോനാണ്. അവൻ ഇന്ന് ചെയ്തൊരു കാര്യം പെട്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ പോലും അങ്ങനെ ഓർത്തില്ല, അങ്ങനെ പറയാൻ അവനോട് പറഞ്ഞുമില്ല, ഞാൻ ഓർത്തുമില്ല. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന്. ചെറിയ കാര്യമാണ്, പക്ഷെ അത് വലിയൊരു ഇതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ അത് കേട്ട് നോക്ക്, കഥ പറയാം. അത്യാവശ്യം നല്ല ടൂറിസ്റ്റുള്ള സമയമായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഒരു കുട്ടി തീരെ പൊടിയാണ്, അവൻ വന്ന് കപ്പലിന് വിട്ടായി ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്ത് അവൻ്റെ വാപ്പ ചെറുപ്പക്കാരാണ്, കുറച്ചുകൂടെ മാറിയിട്ട് അവൻ്റെ ഉമ്മൂമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി 10 രൂപ നീട്ടിയിട്ട് കപ്പലിന് വിട്ടായി ചോദിച്ചു. ആ 10 രൂപയ്ക്ക് എത്ര കിട്ടും, 10 രൂപ വേണം എന്നുള്ള വിവരമൊന്നും അവനില്ല, തീരെ പൊടിയാണ്. അവൻ നീട്ടിയപ്പോൾ ഇവൻ 2 മിഠായി കൊടുത്തത്. 2 ഇവനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മിഠായിയാണ്, കപ്പലിന് മിഠായിയാണ്. അതും വാങ്ങി അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന്. അവിടെ ചെന്ന് നിൽക്കലും അവൻ്റെ കയ്യിൽ നിന്ന് അത് വീണ് താഴെ മണ്ണിൽ പോയി. ഇത് കണ്ടപ്പോൾ അവൻ്റെ ഉമ്മ ഒന്ന് ചിരിച്ച്. ഇവന് ആകെ സങ്കടം വന്ന്, പക്ഷെ അവന് കരഞ്ഞൊന്നുമില്ല. ഉടനെ തന്നെ അവൻ്റെ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്ന്. ഞാനിത് കണ്ടപ്പോൾ ആകെ അയ്യോ എന്നും പറഞ്ഞ് ആയിപ്പോയി. അവൻ്റെ വാപ്പ ചെറിയ ഒരു പുഞ്ചിരി. ഈ നിമിഷം ഈ അഭിനവ് അവൻ എൻ്റെ ചെവിട്ടൊന്ന് ചോദിച്ച് അവനൊരു ഫ്രീ ആയിട്ട് അവനെ കൊടുക്കാല്ലേ എന്ന്. ഞാൻ ആകെ ഇതായിപ്പോയി. കാരണം പറയുന്നില്ല, എൻ്റെ മനസ്സിൽ പോലും തോന്നിയില്ല അങ്ങനെ ഒന്ന് പറയാനും അവനെ കൂടി ചെയ്യിപ്പിക്കാനും. അവൻ പെട്ടെന്ന് അത് തോന്നുകയും അത് ഉടനെ അവൻ ചെയ്യുകയും ചെയ്തു. അവൻ്റെ ഇളയച്ചൻ്റെ കടയാണ്, ഇളയച്ചന് പോലും ചോദിച്ചില്ല, അവൻ നേരെ എടുത്ത് കൊടുത്ത്. അപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയാറുണ്ട്, ഇതേപോലെയൊക്കെ നല്ല പ്രവൃത്തികളും നല്ല കാഴ്ചകളൊക്കെ കാണിക്കണം. ചെറിയ പ്രായം മുതൽ കുട്ടികളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ വേണം. എങ്കിൽ മാത്രം വലുതാവുമ്പോൾ നമ്മളെയും അല്ലെങ്കിൽ ഈ സമൂഹത്തെയൊക്കെ നോക്കുകയുള്ളൂ. അതൊരു വലിയൊരു മെസ്സേജായിട്ട് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ അവൻ ചെയ്ത കാര്യം വലിയൊരു കാര്യമാണ്. അവൻ ഇന്ന് നല്ലോണം വർക്ക് ചെയ്ത് നല്ലോണം അവശനായി. പിന്നെ ഞാൻ പോണേന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അവൻ്റെ വിചാരം ഞാൻ ഇനി ഒരിക്കലും വരില്ലെന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷേ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഇത്. നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു.